നാരായണ നാരായണ. ശ്രീമന്നാരായണീയം ദശകം 32 മത്സ്യാവതാര കഥയാണ് പറയണത്. അതിൽ മത്സ്യമൂർത്തി അവതരിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. 6ാമത്തെ ശ്ലോകം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മത്സ്യരൂപി ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെ പറയാണ്. ഇതാണ് മത്സ്യ പുരാണം എന്ന് പറയുന്നത്. 6ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കുന്നു. ഓം ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാതേ തത്കമ്പകമ്പ്രേഷു ച തേഷു ഭൂയസ്ത്വമംബുധേരാവിരഭൂർമഹീയാൻ. ഭഗവാൻ ആ സമയത്ത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാന്റെ ആജ്ഞ നടത്തുക എന്നത് ഈ അവതാരകാലത്തും ഭഗവാൻ ചെയ്തു. ഭൂമി പ്രളയത്തിൽ മുങ്ങിപ്പോവുക എന്നൊരു അവസ്ഥ. അപ്പോൾ ആ ഭൂമി ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് തോണിയായി ആ പ്രളയത്തിൽ ഈ തോണി രൂപത്തിൽ വന്ന ആ ഭൂമിയുടെ ഉള്ളിൽ സപ്തർഷികൾ ഉണ്ടായിരുന്നു. ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ച് ഔഷധി ബീജങ്ങളൊക്കെ സ്വീകരിച്ച് സത്യവ്രത രാജാവ് ആ ഭൂമിയിലേക്ക് കയറി. പ്രളയം വന്നു. പ്രളയത്തിൽ അതിൻ്റെ കടൽക്ഷോഭം എന്തൊക്കെയാ വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സപ്തർഷികൾ പറഞ്ഞു, ഭഗവാനെ സ്മരിക്കൂ. അപ്പോൾ ഭഗവാൻ ഒരു മത്സ്യ ആകൃതി രൂപം സ്വീകരിച്ചുകൊണ്ട് വന്നു. പ്രത്യക്ഷമായിട്ടുള്ള ഭഗവാന്റെ ഈ മത്സ്യരൂപം ആ വിസ്താരം ഉള്ളതായിട്ടുള്ള വെച്ചാൽ വലിയ ശരീരത്തോട് കൂടിയിട്ട് വന്ന ആ ഭഗവാനെ സത്യവ്രത രാജാവ് നന്നായിട്ട് സ്തുതിച്ചു പൂജിച്ചു ഒക്കെ ചെയ്തു. ഭഗവാന്റെ രൂപത്തെയാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. ശശാകൃതിം യോജനലക്ഷദീർഘാം ദധാനമുച്ചൈസ്തര തേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ര്യ ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധു. യോജന ലക്ഷദീർഘാം, 1,00,000 യോജന നീളമുണ്ട് ആ മത്സ്യത്തിൻ്റെ ശരീരത്തിന്. വലിയ ശരീരം എടുത്തിട്ടാണ് ഭഗവാൻ വന്നത്. ശശാകൃതിയും, മത്സ്യം ആണ് ഭഗവാന്റെ രൂപം. ദധാനം, ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ഉച്ചൈസ്തര തേജസം, വളരെ ഉയർന്നതായിട്ടുള്ള തേജസ്സോടുകൂടിയ. ഉച്ചൈസ്തരമാണ് തേജസ്. ഉച്ചൈസ്തരം തേജസ്, ഉച്ചൈസ്തര തേജസ്. ത്വാം നിരീക്ഷ്യ, അങ്ങയെ കണ്ടിട്ട്. തുഷ്ടാഹ, സന്തുഷ്ടന്മാരായിട്ടുള്ള മുനയഹ, സപ്തർഷികള്. ത്വദുക്രിയ, അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ അങ്ങയുടെ വാക്കിനനുസരിച്ച്, ഭഗവാൻ അന്ന് പറഞ്ഞല്ലോ അതനുസരിച്ച്. ത്വത് തുംഗശൃംഗേ, അങ്ങയുടെ ഉയർന്നതായിട്ടുള്ള കൊമ്പില്. ധരണീം ബബന്ധു, ഈ വള്ളത്തെ അല്ലെങ്കിൽ ഈ തോണിയെ ബന്ധിച്ചു. ഭഗവാന്റെ ആ മത്സ്യാകൃതിയിൽ വളരെ വലിയ 1,00,000 യോജന നീളം. അപ്പം അത്ര തടിയൊക്കെ ഉണ്ടാവും. വലിയൊരു കൊമ്പുണ്ട്, ഒരു ഡോൾഫിൻ പോലെയാണ്. അപ്പം അതിൽ വാസുകിയെ കൊണ്ടാണ് കയറാക്കിയിട്ട് ഈ കൊമ്പിൽ കെട്ടി തോണിയുടെ ഒരറ്റത്തും കെട്ടി. അങ്ങനെ തോണിയെ രക്ഷിക്കാൻ വാസുകിയും ഈ ഭഗവാനാകുന്ന മത്സ്യരൂപിയും ഭൂമിയാകുന്ന ഈ തോണിയും അറിവുകളാകുന്ന സപ്തർഷിമാരും രക്ഷകനായിട്ട് അല്ലെങ്കിൽ ബീജോഷധികളെല്ലാം ഉണ്ട്. രാജാവ് എന്ന നിലയ്ക്ക് രാജാവും. അപ്പോൾ പ്രളയം കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൽപ്പം വരുമ്പോൾ ഇതെല്ലാം സൂക്ഷിക്കപ്പെടും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഉണ്ടാക്കുകയേ വേണ്ടു. ആ രീതിയിലുള്ളൊരു സംഭാരം. അപ്പോൾ ആ സംഭാരത്തെ ഒന്നിങ്ങനെ വികസിപ്പിക്കുന്നതാണ് ഭഗവാന്റെ ഉപദേശമായിട്ട് ഈ സത്യവ്രത രാജാവിന് സപ്തർഷിമാരെ മുൻനിർത്തിക്കൊണ്ട് കൊടുക്കുന്ന ആത്മോപദേശം. അപ്പം അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ ശശാകൃതിം യോജന ലക്ഷദീർഘാം ദധാനമുച്ചൈസ്തര തേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ര്യാ ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധു. 1,00,000 യോജന നീളമുള്ള ആ ഭഗവാന്റെ രൂപത്തിലുള്ള മത്സ്യ ആകൃതി ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ അതിതേജസ്സോടു കൂടിയിട്ടുള്ള ഈ ശരീരം, അങ്ങയെ പ്രത്യക്ഷമായിട്ട് കണ്ടതായിട്ടുള്ള ഈ രാജാവ് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട്, അതേപോലെ തന്നെ സപ്തർഷികൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാന്റെ വാക്കനുസരിച്ച് അങ്ങയുടെ ഉയർന്ന കൊമ്പിൽ ഈ തോണിയെ
വാസുകി എന്ന കയറുകൊണ്ട് ബന്ധിച്ചു. വാസുകി എന്നതിൽ പറഞ്ഞിട്ടില്ല, കൂട്ടി പറഞ്ഞതാണ്. യോജന ലക്ഷ ദീർഘാം ശശാകൃതിം ദധാനം ഉച്ചൈസ്തര തേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാഹ മുനയഃ ത്വദുക്രിയ ത്വത് തുംഗശൃംഗേ തരണീം ബബന്ധു. അന്വയം. ശശാകൃതിം യോജന ലക്ഷ ദീർഘാം ദധാനം ഉച്ചൈസ്തര തേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയഃ ത്വദുക്രിയ ത്വത് തുംഗശൃംഗേ തരണീം ബബന്ധു. അത് പദച്ഛേദം. ശശാകൃതിം യോജന ലക്ഷ ദീർഘാം ദധാനമുച്ചൈസ്തര തേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്രിയ ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധു. 8ാമത്തെ ശ്ലോകം. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃപരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരീ. ത്വം അങ്ങ് ആകൃഷ്ടനൗക ഈ തോണിയെ നല്ലോണം വലിച്ച് മുനിമണ്ഡലായ ഈ മഹർഷി സമൂഹത്തിനെ കൊണ്ട് അല്ലെങ്കിൽ മഹർഷി സമൂഹത്തിനായിക്കൊണ്ട് വിശ്വജഗത് വിഭാഗാൻ ഈ പ്രപഞ്ചത്തിലെ വിവിധങ്ങളായിട്ടുള്ള ലോകങ്ങളെ വിശ്വജഗത് വിഭാഗാൻ ഈ ജഗത്തിന്റെ വിഭാഗങ്ങൾ മുഴുവൻ എന്നർത്ഥം. ഈ ലോകങ്ങളെ പ്രദർശയൻ നന്നായിട്ട് കാണിച്ചു. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്? ഈ തോണിയിരിക്കുന്ന രാജാവും സപ്തർഷികളും ആ തോണിയെ വലിച്ചു കൊണ്ടുപോകുന്ന മത്സ്യാകൃതിയായിട്ടുള്ള ഈ ഭഗവാനും. അപ്പോൾ ഈ തോണിയിലിരിക്കുന്ന എല്ലാവർക്കും വളരെ വേഗം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എല്ലാ ദിക്കിലും കാണാൻ സാധിക്കും. എല്ലാം കാണിച്ചു കൊടുത്തു. അങ്ങനെ തേന നൃവരേണ ആ നൃവരനായിട്ടുള്ള നരന്മാരാൽ ഭരിക്കപ്പെടുന്നതായിട്ടുള്ള നരരൂപിയായിട്ടുള്ള രാജാവ് സത്യവ്രതൻ. ആ സത്യവ്രതൻ തേന നൃവരേണ ആ രാജാവിനാൽ സംസ്തൂയമാനഃ ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ചു. അങ്ങനെ സ്തുതിക്കപ്പെട്ടനായിട്ടുള്ള ആ ഭഗവാൻ പരം ഏറ്റവും ജ്ഞാനം പരം ജ്ഞാനം ആത്മതത്വം എന്നർത്ഥം ഉപദിശൻ രാജാവിനായിട്ട് ഉപദേശിച്ചു കൊടുത്തു. ആചാരീഹി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടാണ് പ്രളയത്തില് തോണിയെ ഉയർത്തി സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു. തോണി വലിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ പോവുകയാണ്. എന്നാലോ ഈ ഉപദേശം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാജാവ് അതെല്ലാം കേൾക്കുന്നുണ്ട്. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരീ. ത്വം ആകൃഷ്ടനൗകഃ മുനിമണ്ഡലായ വിശ്വജഗത് വിഭാഗാൻ പ്രദർശയൻ തേന നൃവരേണ സംസ്തൂയമാനഃ പരം ജ്ഞാനം ഉപദിശൻ ആചാരീഹി. അന്വയം. ഇനി പദച്ഛേദം. ആകൃഷ്ടനൗകഃ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ സംസ്തൂയമാനഃ നൃവരേണ തേന ജ്ഞാനം പരം ച ഉപദിശൻ ആചാരീ. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നാചാരീ. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവൽ പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വതാഖ്യം മനുമാദധാന ക്രോധാധയഗ്രീവം അഭിദ്രുതോ ഭൂ. ത്വം ഭഗവാനെ അങ്ങ് കൽപ്പാവധൗ ഈ കൽപ്പകാലം കഴിയുന്ന ആ സമയത്ത് സപ്തമുനീൻ ഈ സപ്തർഷികളെ പുരോവത് മുൻനിർത്തിക്കൊണ്ട് പൂർവകൽപ്പ കാലത്തിലെന്ന പോലെ തന്നെ കൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുരോവത് മുൻനിർത്തിക്കൊണ്ടെന്നുള്ളതാണ്. പ്രസ്ഥാപ്യ ഇങ്ങനെ പറഞ്ഞയച്ചിട്ട് തം അതിനെ സത്യവ്രത ഭൂമിപം ആ സത്യവ്രത രാജാവിനെ വൈവസ്വതാഖ്യം വൈവസ്വത മുനി വൈവസ്വത മനു എന്ന രീതിയിൽ മനുവാക്കി എന്ന അർത്ഥം. വൈവസ്വതാഖ്യം വൈവസ്വതൻ എന്ന പ്രശസ്തിയുള്ളതായ എന്നാണ് അർത്ഥം. മനുവാക്കി ആദധാനഹ നിയമിച്ചു. ക്രോധാത് കോപം കൊണ്ട് ഹയഗ്രീവം ഈ ഹയഗ്രീവൻ എന്ന അസുരനെ അഭിദ്രുത പിന്തുടർന്നു അഭിദ്രുത വേഗം തന്നെ പിന്തുടർന്നു എന്ന് സാരം. എന്നിട്ടോ ഭവിച്ചു പിന്തുടരുക എന്നത് ഭവിച്ചു അത്രയേ ഉള്ളൂ. ത്വം കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ തം സത്യവ്രതഭൂമിപം വൈവസ്വതാഖ്യം മനുഹു ആദധാനഃ ക്രോധാത് ഹയഗ്രീവം അഭിദ്രുത അഭൂഹു. അന്വയം. ഭഗവാൻ ഈ പ്രളയം കഴിഞ്ഞ സമയത്ത് അതിൻ്റെ സമയമുണ്ട്. ഇത്രയും കാലം
എത്ര കാലമാണോ കൽപ്പം പകല്, അത്രയും കാലം തന്നെയാണ് രാത്രി. ആ രാത്രിയാണ് നൈമിത്തിക പ്രളയം. ആ പ്രളയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സപ്തർഷികളെ പൂർവ്വകൽപ്പകാലത്തിൽ എന്ന പോലെ, എന്നുവെച്ചാൽ പണ്ടത്തെ പകൽ എങ്ങനെയുണ്ടായിരുന്നോ അതേപോലെ തന്നെ എല്ലാ പ്രവൃത്തികളും ചെയ്യാനായിട്ട് ജ്ഞാനത്തെ കൊടുക്കാൻ സപ്തർഷികൾക്കാണ് അധികാരം. അപ്പോൾ ആ സപ്തർഷികളെ ആദ്യം പറഞ്ഞയച്ചു. എന്നിട്ട് ആ സത്യവ്രത രാജാവിനെ, ഇതിപ്പോൾ സ്വാരോജേഷ മനോദരത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ ആ സത്യവ്രത രാജാവിനെ വൈവസ്വതൻ എന്ന പേരുള്ള മനുവായിട്ട്, സൂര്യൻ്റെ പുത്രനായിട്ട്, വിവസ്വാൻ എന്ന സൂര്യൻ്റെ പുത്രനായിട്ട് വൈവസ്വതൻ എന്ന പേരിൽ മനുവാക്കി, 7ാമത്തെ മനു, ഇന്നത്തെ മനു അദ്ദേഹമാണ്, അങ്ങനെ നിയമിച്ചു. എന്നിട്ട് കോപം കൊണ്ട്, എന്തിനാ കോപം? ഇവിടെ ഈ മനുവായിട്ട് അത് യാതൊരു ബന്ധമില്ല. അവിടെ കോപിച്ചത് ഉറങ്ങാൻ കിടന്നായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് വേദത്തെ അപഹരിച്ചു കൊണ്ടുപോയി ഹയഗ്രീവൻ എന്ന അസുരൻ, ആ അസുരനെ കൊല്ലാൻ നിശ്ചയിച്ചു. അതുകൊണ്ടാണ് കോപം ഉണ്ടായത്. ആ കോപം ഭഗവാൻ കൃത്രിമമായിട്ട് സ്വീകരിച്ചുകൊണ്ട്, സ്വതേ ഭഗവാൻ കോപമില്ല, കോപമുണ്ട് എന്ന് നടിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ കോപം നടിച്ചുകൊണ്ട് ഹയഗ്രീവനെ പിന്തുടരാൻ നിശ്ചയിച്ചു. എവിടെയാ ഹയഗ്രീവൻ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞു. തിരയേണ്ട ആവശ്യമൊന്നുമില്ല, ഭഗവാൻ അറിയാം എവിടെയാണെന്നുള്ളത്. ഏതായാലും ആ ഹയഗ്രീവനെ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ പോയി. ബ്രഹ്മാവിന് വേദം കൊടുത്തിട്ടില്ല വെച്ചാൽ പ്രപഞ്ചം നിലനിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അത് ഭഗവാൻ ഈ ഹയഗ്രീവൻ കട്ടുകൊണ്ടുപോയപ്പോൾ ഹയഗ്രീവൻ്റെ പിന്നാലെ ചെന്നു എന്ന് സാരം. ഇനി പദച്ഛേദം. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈവസ്വതാഖ്യം മനും ആദധാന ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതഃ അഭൂഹു. പദച്ഛേദം. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈവസ്വതാഖ്യം മനുമാദധാന ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതോ ഭൂ. ഇനി 10ാമത്തെ ശ്ലോകം. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാകാരപദേ പ്രഭായാം. പെട്ടെന്ന് ഗുരുവായൂരപ്പനോടാണ് ഇത് പറയണതെന്നുള്ളത് മനസ്സിലാവില്ല. അങ്ങനെയാണ് ഇത്തവണത്തെ പ്രയോഗം. മേൽപ്പത്തൂരിൻ്റെ ഗുരുവായൂരപ്പനോട് പറയാണ് പ്രഭഞ്ജനാകാരപദേ. പ്രഭഞ്ജനൻ എന്നുള്ളത് പ്രാണൻ ആണ്. പ്രഭഞ്ജനൻ പ്രാണൻ എന്നല്ല. പ്രഭഞ്ജനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു, അത് പ്രാണനാണ് ഉദ്ദേശിച്ചത്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഇങ്ങനെ 5 കോശങ്ങളാണ്. ഈ പഞ്ചകോശാന്തരസ്ഥിതനായിട്ടുള്ള ഭഗവാൻ അന്നമയമായിട്ടുള്ള നമ്മുടെ ഈ ശരീരം ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാകുന്ന തന്മാത്രകളോട് കൂടിയിട്ട് സപ്തധാതുക്കളാൽ നിർമ്മിതമാണ്. അത് അന്നമയമാണ്. ഈ അന്നമയം കൊണ്ടാണ് അന്നത്തെ സ്വീകരിക്കുന്നതായിട്ടുള്ള ശരീരത്തിന് പ്രാണ ഊർജത്തെ കൊടുക്കാൻ സാധിക്കുള്ളൂ. അതാണ് പ്രാണമയൻ. പ്രാണ ഊർജത്തിൻ്റെ ഫലം വായു ഏറ്റവും നന്നായിട്ട് ഇരിക്കുക എന്നതാണ്. വായുകോപം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരും. എത്ര ആഹാരം കഴിച്ചിട്ടും കാര്യമില്ല. ഈ അന്നത്തിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ഊർജം പ്രാണന് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ശുദ്ധവായു ശ്വസിച്ചാൽ ഇതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുമെങ്കിലും ശുദ്ധവായു മാത്രം പോരാ. വായുവും വെള്ളവും ആഹാരവും ഖരപദാർത്ഥവും വേണമെന്നർത്ഥം. അതിൽ ഈ പ്രാണമയ കോശത്തെ എത്രത്തോളം ഊർജ്ജസ്വലമാക്കാൻ സാധിക്കുമോ, പ്രാണനെ ഊർജ്ജസ്വലമാക്കാൻ സാധിക്കും. വായു ഏറ്റവും ഊർജ്ജമുള്ളതാക്കി തീർക്കണം, അല്ലെങ്കിൽ ശരീരത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ അന്നമയ കോശമായിട്ടുള്ള ഈ ശരീരത്തെ പ്രാണ ഊർജത്തിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന ആഹാരത്തെ പ്രാണോർജത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. ആ പ്രഭഞ്ജനൻ എന്ന ആ പ്രാണൻ അതൊരു ഈശ്വരഭാവമാണ്. മനസ്സ്, പ്രാണൻ, ജീവൻ. മനസ്സും ജീവനും കൂടിയിട്ട് എപ്പോഴും ഒരുമിച്ചുണ്ടാവും. പ്രാണനും ശരീരവും കൂടിയിട്ട് എപ്പോഴും ഉണ്ടാവും. ഇത് 4ഉം കൂടിയിട്ട് സംയോജിപ്പിക്കുമ്പോൾ ഭഗവാൻ ഹംസമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും, സാക്ഷിയായിട്ട്. അങ്ങനെ 5. അതും ഒരു പഞ്ചീകരണമാണ്.
അപ്പം ഇത് ഏതിനെങ്കിലും ഒന്നിന് ക്ഷീണം വന്നാൽ ഒക്കെ താളം തെറ്റും. അതിൽ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് പ്രാണോർജം വളരെ പ്രധാനം. അതുകൊണ്ട് സമയാസമയങ്ങളിൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള പാകത്തിനുള്ള ആഹാരത്തെ കഴിക്കുകയാണെങ്കിൽ 100 വയസ്സ് സുഖമായിട്ട് ജീവിക്കാം മനുഷ്യന്. ഓരോരുത്തർക്കും ആയുസ് പറഞ്ഞിട്ടുണ്ട്, അത്ര കാലാച്ചാൽ അത്ര കാലം. പശുവർഗത്തിന് 30 വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആനയ്ക്ക് 100 വയസ്സുണ്ട് അത്രേ. മനുഷ്യനെ പോലെ തന്നെ 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബുദ്ധിയും ആനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആ സൗകുമാര്യം മുഴുവനുണ്ട്. അതിൽ അപകടമായത് ഈ വലിയ ശരീരമാണ്. ആന സ്വതേ ഒരു സാധു മൃഗ. ഈ 6 വയസ്സുള്ള കുട്ടിയുടെ ആ ശരീരവും അതേപോലെ ഒരു ബലവും മാത്രമേ ഉള്ളൂ എന്ന് കൂട്ടാ. ഒരു നായയുടെ ശരീരം, അതിനുള്ള ബലം. ഇപ്പം നായ്ക്കുള്ള ദോഷങ്ങൾ എന്തൊക്കെയാ? ഈ പല്ലും നഖമൊക്കെയാണ്, വിഷവും. അതൊന്നുമില്ല ഈ ആനയ്ക്ക്. അപ്പോൾ ആന അങ്ങനെ ഒരു ശരീരമായിരുന്നു എങ്കിൽ നമ്മൾ ഈ ആനയെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. വലിയ ശരീരം, ഈ വലിയ ശരീരം കാരണം കൊണ്ടാണ് ആന എല്ലാവർക്കും പേടിയായത്. അതിനെങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തോട്ടിയും കുന്തവും ഒക്കെ ആയിട്ട് ആകെ പ്രശ്നമാക്കിയത്. അപ്പം അത് എപ്രകാരത്തിലാണോ നമ്മുടെ ഈ പ്രാണ ഊർജം ഈ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് വേണ്ട രീതിയിൽ അതിനെ പ്രാവർത്തികമാക്കി തീർക്കുന്നത്, അങ്ങനെ തീർത്ത് കഴിഞ്ഞാലാണ് അടുത്തത് മനോമയം, മനസ്സ്. അതും എന്ത് ചെയ്യണം? നമ്മുടെ ഈ മനസ്സിന് 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങളെയും വേണ്ട ദിക്കിലേക്കാണ് പറഞ്ഞയക്കുന്നതെങ്കിൽ അത് വളരെ നന്നായിട്ട് വരും. അത് ആസക്തിയോട് കൂടിയിട്ട് വേണ്ടാത്ത ദിക്കിലാണ് പോകുന്നതെങ്കിലോ നമ്മുടെ ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മനസ്സാ വചസ കർമ്മണ അത് വിപരീതമായിട്ട് വരും. ജീവന് പിന്നെ മുക്തി കിട്ടില്ല. സംസാരം തന്നെ ഫലം. അന്യർക്ക് ഉപദ്രവമായിട്ട് തീരുകയും ചെയ്യും. അപ്പോൾ മനുഷ്യനായിട്ട് വിശേഷബുദ്ധി ഉണ്ടായിട്ടും നമ്മൾ ആ വിശേഷബുദ്ധിയെ ഉപയോഗിക്കുന്നില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തും. പിന്നെ നമുക്ക് മുക്തി കിട്ടാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ മനസ്സിനെ എപ്രകാരത്തിൽ നാം നിയന്ത്രിക്കണം? പ്രാണോർജത്തോട് കൂടിയിട്ട്. അപ്പം അതിന് സ്വീകരിക്കുന്നതായിട്ടുള്ള ആദ്യത്തെ അന്നമയുള്ള ഈ ആഹാരം ഉണ്ടല്ലോ, അത് ഏറ്റവും സാത്വികമാവണം. ശുദ്ധവായു, ശുദ്ധജലം, ഖരപദാർത്ഥം സാത്വികമായത് നിവേദ്യമാവണം. അപ്പം അതിൻ്റെയൊക്കെ സാത്വികത അങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ സ്വീകരിക്കുന്നതായിട്ടുള്ള ഈ ആഹാരം അത് വളരെ ശ്രദ്ധിക്കണം. ഇനി അടുത്തതാണ് വിജ്ഞാനമയം. വിജ്ഞാനമയം എന്നുള്ളത് ബ്രഹ്മാവാണ്, സതേ ബുദ്ധിയാണ്. നാം അനുഭവിക്കുന്നതും നമ്മൾ സംഘം ചെയ്യുന്നതും, അതിപ്പം മൃഗസംഘമായാലും സസ്യജാല സംഘമായാലും പഞ്ചഭൂത സംഘമായാലും ഈ ഗ്രന്ഥം തൊട്ടുള്ള സംഘമായാലും ദേവന്മാര്, മഹാമുനിമാര്, ആചാര്യന്മാര്, ഋഷിമാര്, മാഷന്മാര്, ഗുരുക്കന്മാര്, അച്ഛനമ്മ, എല്ലാ സംഘത്തിനും വ്യത്യാസമുണ്ട്. ഭർത്താവ്. അപ്പോൾ ആ സംഘം ഏറ്റവും നന്നായി എന്ന് കൂട്ടുക. ബുദ്ധിയും അതിനനുസരിച്ചാണ് വരിക. വിശേഷബുദ്ധി വളരെ നന്നായിട്ടിരിക്കും. അതല്ലെങ്കിലൊക്കെ വിപരീതമായിട്ട് വരും. സംഘം ശരിയല്ല വെച്ചാൽ അവരിൽ നിന്നും കിട്ടുന്നത് ചന്ദനം ചാരിയാൽ ചന്ദനല്ലേ മണക്കുക, ചാണകം ചാരിയാലോ ചാണകമാണ് മണക്കുക. അപ്പം അതുകൊണ്ട് ആ സംഘം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സംഘശുദ്ധി വളരെ പ്രധാനമാണ്. ദ്രവ്യശുദ്ധി, സംഘശുദ്ധി, ലക്ഷ്യശുദ്ധി, കർമ്മശുദ്ധി, സ്വീകരണശുദ്ധി, വിനിയോഗശുദ്ധി. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം. ഏത് ഭഗവാനെയാണ് നാം ഭജിക്കേണ്ടത്? എല്ലാ ഭഗവാന്മാരും ഒന്നാണ്. ആ ഭഗവാന്റെ ഏത് മൂർത്തിയെയാണ് നാം ഭജിക്കേണ്ടത്? ശൈവമായിട്ട് വേണോ, വൈഷ്ണവമായിട്ട് വേണോ, ശാക്തേയമായിട്ട് വേണോ? അതിനെല്ലാം ഈ മനസ്സിൻ്റെ പ്രേരണ, കർമ്മവാക്കി കാമവാക്കി ബന്ധപ്പെട്ടിരിക്കണം. അതാണ് ബ്രഹ്മാവ്, അതാണ് ബുദ്ധി.
അപ്പോൾ ബ്രഹ്മാവ് നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് നമ്മളറിയണില്ല. ആ ബ്രഹ്മാവിനെ നമ്മൾ പൂജിക്കാറുമില്ല. ബുദ്ധിയെ പൂജിക്കല്ല വേണ്ടതെന്നാ, ബുദ്ധിയെ അടിമയായിട്ട്. അപ്പോൾ ബ്രഹ്മാവിനെ നമുക്ക് അടിമയാക്കാൻ പറ്റുമോ? അതുകൊണ്ട് അത് വേണ്ടാച്ചു. ബുദ്ധി നമ്മുടെ അടിമയാവണം എന്നാ, ജീവന്റെ അടിമയാവണം ബുദ്ധി. ബുദ്ധിയാൽ നല്ലോണം വിശകലനം ചെയ്യാൻ സാധിക്കണം മനസ്സിനെ. കടിഞ്ഞാൺ നമ്മുടെ കയ്യിലാവണം. ബുദ്ധി ഈ മനസ്സ് കടിഞ്ഞാണാണ്, ആ കടിഞ്ഞാൺ ബുദ്ധിയുടെ കയ്യിലാവണം. ആ കടിഞ്ഞാൺ പിടിക്കുന്ന ജീവൻ അത് വളരെ നല്ല രീതിയിൽ തന്നെ ചിന്തിച്ച് ലക്ഷ്യശുദ്ധി കൃത്യമാണെങ്കിൽ ആ കടിഞ്ഞാണ് എവിടെയാണോ ഉള്ളത്, ഈ മറ്റേ ഈ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളാണ് കുതിരകൾ. ആ കുതിരകളെ നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിക്കും. അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ആനന്ദമയം പരമാത്മാവിൽ എത്തിച്ചേരാൻ സാധിക്കും. അതാണ് ഈ മത്സ്യമൂർത്തിയുടെ കഥ. ഈ ആനന്ദമയമായിട്ടുള്ള പരമാത്മാവിലേക്ക് എത്തിച്ചേരാൻ വേണ്ട രീതിയിൽ ബുദ്ധിയെ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു എങ്കിൽ പിന്നീട് ഒരു ജന്മം വേണ്ടാത്ത രീതിയിൽ ഈ മനുഷ്യ ജന്മം കൊണ്ട് തന്നെ മുക്തി നേടാൻ സാധിക്കും. ബാക്കിയുള്ള കർമ്മപ്രാരബ്ധങ്ങളൊക്കെ തീർക്കാൻ പറ്റും ഭഗവത് അനുഗ്രഹമുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് ശ്രദ്ധിക്കണം, സ്വീകരിക്കുന്ന വസ്തുക്കൾ വളരെ ശുദ്ധാവണം. വെള്ളം, വായു, ഖരപദാർത്ഥങ്ങൾ ശുദ്ധമാവണം. പിന്നെ അതിൻ്റെ വിനിയോഗത്തിനുള്ളതാണ് ധനം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ, ഭൂമിയായാലും സ്വർണ്ണമായാലും ധനമായാലും. പിന്നെ വേണ്ടത് സംഘശുദ്ധി, അത് വളരെ ഉത്തമമാവണം. സംഘശുദ്ധി നന്നായാലാണ്, സംഘശുദ്ധി പൂർണ്ണമായാലാണ് ഈ സ്വീകരണ ശുദ്ധി ശരിയാവുള്ളൂ. അപ്പോഴാണ് അന്നമയം, ആ ഭൂമി ശുദ്ധമായി തീരുള്ളൂ. അപ്പോഴാണ് പ്രാണമയം, അത് ആ കോശം ശുദ്ധാവ്. പ്രപഞ്ചൻ, ആ ഭഗവാനാണ് ഇവിടെ പ്രപഞ്ചനൻ. ആകാരം, ആകാരമല്ല ആകാരം. ആകാരം എന്ന് പറഞ്ഞാൽ വാസസ്ഥലം എന്നാ, വീട്. പ്രപഞ്ചനൻ എവിടെ ഇരിക്കണത്? ഹൃദയത്തിൽ. ഭഗവാൻ എവിടെ ഇരിക്കണത്? ഹൃദയത്തിൽ. പ്രാണൻ എവിടെ ഇരിക്കണത്? മൂലാധാരം തൊട്ട് ക്രമേണ ഊർധ്വലോകത്തിലേക്ക് വരേണ്ട അതിൻ്റെ ഇടയ്ക്ക് ഹൃദയത്തിലിരിക്കുന്നുണ്ട്. ആ ഹൃദയത്തിലാണ് സ്വതേ വാസം. ശുദ്ധവായുവോടെ ചെന്നിട്ട് ഓക്സിജൻ ആയിട്ട് ഇരുന്നൊക്കെ ഈ ശാസ്ത്രീയമായിട്ടും ഹൃദയത്തിലാണ്. ഹൃദയവും ഈ ഓക്സിജനും തമ്മിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ, അങ്ങനെ ക്രമേണയായിട്ടാണ് എല്ലാ ഡിഗ്രിക്കും ബ്ലഡിൻ്റെ. ആ ബ്ലഡിൽ ഓക്സിജൻ കുറഞ്ഞു വെച്ചാൽ ആൾ മരിക്കും. ഇപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ ഒരു അവസ്ഥ വരും, ശുദ്ധി എന്നുള്ളത്. ഇപ്പോൾ ബ്ലഡിൽ ഈ സാധനം നന്നായിട്ട് തന്നെ വരണം. അപ്പോൾ അതിന് സ്വീകരണം നന്നാവണം, ശുദ്ധവായു വേണം, വെള്ളം ശുദ്ധാവണം. കഴിക്കുന്ന ആഹാരത്തിൻ്റെ വെള്ളവും ഖരപദാർത്ഥവും ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഏത് ബ്ലഡായാലും ശരി, 4 പോസിറ്റീവും 4 നെഗറ്റീവും. ശാസ്ത്രീയമായിട്ട് AB പോസിറ്റീവ്, അതിൻ്റെ 4 നെഗറ്റീവും. ഏത് ഭക്ഷണം കഴിച്ചാലും ഈ ഏത് ജാതിയിൽപ്പെട്ട മനുഷ്യരായാലും സ്വീകരിക്കപ്പെടും. ഇതിൽ നിന്ന് തന്നെ കിട്ടുക. അല്ലാണ്ട് A ഉള്ള ആൾക്ക് ഒരു ഭക്ഷണം, O ഉള്ള ആൾക്ക് വേറൊരു ഭക്ഷണം, അങ്ങനെ പതിവില്ല. അപ്പോൾ ഇതിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നത് അവിടെ ചെന്ന് വേർതിരിക്കപ്പെട്ടോളും, അത്രയേ ഉള്ളൂ. അത് ഭഗവത് സാന്നിധ്യമാണ്. അതിനെ നിയന്ത്രിക്കാൻ ആർക്കും കൂട്ടിയാൽ പറ്റില്ല. അപ്പോൾ ആ മനോമയം ഈ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ശുദ്ധിയെ അധിഷ്ഠാനപ്പെടുത്തിയിട്ടാണ് വരിക. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. സംഘം നന്നായാലേ സ്വീകരണം നന്നാവുള്ളൂ. അപ്പോൾ ഈ ആഹാരം നന്നാവണം വെച്ചാൽ എന്ത് വേണം? സംഘം നന്നാവണം. അപ്പോഴാണ് മനസ്സ് ശരിയാവുക. ഇത് രണ്ടും ശരിയായാലാണ് നാം അനുഭവിക്കുന്നതും കൊടുക്കുന്നതുമായിട്ടുള്ളത്, സ്വീകരിക്കുന്നതും കൊടുക്കുന്നതുമായിട്ടുള്ളത് വിശകലനം ചെയ്യാൻ സാധിക്കുക. അതാണ് ബുദ്ധി, അതാണ് ബ്രഹ്മാവ്, വിജ്ഞാനമയം.
ജ്ഞാനം വിജ്ഞാനത്തോട് കൂടിയാലേ ഇത് കിട്ടുമെന്നല്ലേ പറഞ്ഞേ, മുക്തി കിട്ടുമെന്നല്ലേ പറഞ്ഞേ. അപ്പം ഇതിന് ഇത് വേണം, ബ്രഹ്മാവ് വേണം. ഇനി അടുത്തതാണ്, ഈ മനസ്സ് ആകുന്ന കടിഞ്ഞാൺ, അത് കുതിരകളാകുന്ന പഞ്ചേന്ദ്രിയങ്ങളെ ഒരു തലക്കിൽ കെട്ടി മറ്റേ തലക്കിൽ ബുദ്ധിയാണ് വേണ്ടത്. ആ ബുദ്ധി ഈ ജീവൻ, ശരീരത്തോട് കൂടിയിട്ട് ഈ ജീവൻ ഈ ബുദ്ധിയെ വിശകലനം ചെയ്യുകയാണ്, നിയന്ത്രിക്കുകയാണ്. നിയന്ത്രിക്കുമ്പോൾ ലക്ഷ്യം എന്താവണം? ശുദ്ധമാവണം. ആ ലക്ഷ്യം ശുദ്ധമായാൽ എവിടെ എത്തുക? പരമാത്മാവിൽ ചെന്നെത്തും. അപ്പോൾ കിട്ടുന്നതോ സച്ചിദാനന്ദം. ആ ആനന്ദമയ കോശമാണ് അഞ്ചാമത്തെ കോശം. അപ്പോൾ ഈ 5 കോശങ്ങളും വളരെ വളരെ പ്രാധാന്യമുണ്ട് എന്ന് സാരം. അപ്പോൾ ചിലർ ഈ ആധ്യാത്മികവും ഭൗതികവും വേറെ വേറെ കണ്ടിട്ട് ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ പാടില്ല എന്ന് അവരുടേതായിട്ടുള്ള നാസ്തിക മതത്തിൽ അവർ പറയും. ഏത് ലോകത്തിലാണ് ജീവിക്കണമെന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. അത് നമ്മളോട് ചോദിച്ചോട്ടെ. നമുക്ക് 2 ചെവി തന്നിട്ടുണ്ട്, ഒന്ന് കേൾക്കാനും ഒന്ന് വിടാനും. നമ്മുടെ മനസ്സിന് സാത്വികത വളർത്താൻ വേണ്ടിയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കാൻ പോണ്ട, മറിച്ച് അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാമല്ലോ, അതിന് പ്രയാസമില്ലല്ലോ. നമ്മളോട് ഭാഗവതം പറഞ്ഞിരിക്കണം അങ്ങനെയാണ്. ഭാഗവതത്തിൽ പോലും എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടുവച്ചാൽ അതിനെ താൽക്കാലികമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കണ്ട, അതിനെ ഒഴിവാക്കിക്കോളൂ. എപ്പോഴാണോ ഇത് ആവശ്യം വരുന്നത് അപ്പോൾ ഞാൻ തന്നെ തരും. ഇത് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരും. അത് നെഗറ്റീവായാലും ശരി പോസിറ്റീവായാലും ശരി. മുക്തിക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ മുക്തിക്ക് അർഹനായിട്ടുള്ള ഒരാൾക്ക് ഞാൻ അതിൻ്റെ സൂക്ഷ്മാംശം പറഞ്ഞു തരും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ഒരാളോടും തർക്കിക്കാൻ പോണ്ട. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും പറഞ്ഞതിനെ കൂട്ടി യോജിപ്പിക്കാറാവണമെങ്കിൽ ആ ഒരു ഉയർന്ന ഈശ്വരഭാവത്തിലുള്ള മാനസികാവസ്ഥയിൽ, ജ്ഞാന അവസ്ഥയിൽ, വിജ്ഞാനത്തോട് കൂടിയിട്ട് നമ്മൾ എത്തണം. അപ്പോഴേ അത് പൂർണ്ണമാവുള്ളൂ. അതിനാവണം ഭാഗവത ശ്രവണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് മത്സ്യമൂർത്തിയുടെ കഥയാണ്. എല്ലാ പുരാണത്തിലും ഇത് തന്നെയാണ്. മത്സ്യപുരാണം മാത്രമല്ല, ഭാഗവതമായാലും അത് തന്നെയാണ്. അതിനൊരു പൂർത്തിയുണ്ട്, ഇത്രയേ ഉള്ളൂ. അടുക്കും ചിട്ടയും ഇത്രയും വൃത്തിയായിട്ട് മറ്റൊരു പുരാണം ഇല്ല. ഭാഗവതം പോലെ ഇങ്ങനൊരു പുരാണം വേറെ ഇല്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എപ്പോഴൊക്കെയാണോ ഇപ്പോൾ ഇതിൽ ഈ വ്യാഖ്യാനത്തിൽ ഗീതയിൽ 2 ശ്ലോകങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. 4-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകവും 8-ാമത്തെ ശ്ലോകവും എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാന സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എപ്പോഴാണോ ധർമ്മത്തിന് തളർച്ച, അധർമ്മത്തിന് ഉയർച്ച ഉണ്ടാകുന്നത്, ആ സമയത്ത് ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ സ്വേച്ഛോപാത്ത വപുവാണ്. ഞാൻ അങ്ങനെ ഒരു സകല സ്വരൂപത്തെ സ്വീകരിക്കുന്നു. ഞാൻ അവതരിക്കുന്നു, മുകളിൽ നിന്നും താഴേക്ക് വരുന്നു രൂപം സ്വീകരിച്ചുകൊണ്ട്. സജ്ജനങ്ങളെ രക്ഷിക്കാനും ദുർജനങ്ങളെ ശിക്ഷിക്കാനും, അല്ലെങ്കിൽ അവരെ ദുഷ്ടതയെ നശിപ്പിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായിട്ട് ഞാൻ എല്ലാ യുഗന്തോറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. എപ്പോഴാണോ വേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ അവതരിക്കുക തന്നെ ചെയ്യും. ഏത് ഭാവത്തിലാണ് വേണ്ടത് ആ ഭാവത്തിലാണ് വരിക. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഭഗവാൻ വരിക. ഭഗവാൻ ഇച്ഛിക്കുന്ന രീതിയിലാണ്. സ്വേച്ഛോപാത്ത വപുവാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കൃഷ്ണനായിട്ട് വരട്ടെ, രാമനായിട്ട് വരട്ടെ. കാരണം നമുക്ക് അതേ അറിയുള്ളൂ, അതുകൊണ്ടാണ്. വാമനനായിട്ട് വരട്ടെ, ഇപ്പോൾ വേണ്ടത് പരശുരാമനാണ് എന്നൊക്കെ പറയും നമ്മൾ. എന്താ വെച്ചാൽ നമ്മൾ കൂട്ടിയാൽ പറ്റാത്തത് പരശുരാമനായി പറ്റും, അതാണ്. അപ്പോൾ സ്വേച്ഛോപാത്ത വപു ആയതുകൊണ്ട് ഭഗവാൻ അങ്ങനെ വരിക. അപ്പോൾ നമുക്ക് ജ്ഞാനമായിട്ടാണ് വരേണ്ടതെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ജ്ഞാനസ്വരൂപനായിട്ടാണ് ഭഗവാൻ വരിക. അതും ഒരു കലയാണ്. ഭാഗവത പ്രകാരം ജ്ഞാനകലയായിട്ട് വന്നത് കപില മഹർഷിയാണ്. ഇപ്പം ഇവിടെ പറഞ്ഞു വന്നത് സ്വതുംഗ ശൃംഗ ക്ഷത വക്ഷസന്തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വ വിരിഞ്ചയെ പ്രീതഹൃദയ ദദാന പ്രപഞ്ചൻ ആകാരപദേ പ്രപായ. 4-ാമത്തെ വരി മേൽപ്പത്തൂരിൻ്റെ. ഹേ പ്രപഞ്ചന ആകാരപദേ. ഈ പ്രാണൻ വായു ഇരിക്കുന്നതായിട്ടുള്ള
ഭഗവാനെ. അവിടെ ഗുരുവായൂരാണല്ലോ. ആ വായുവിൽ ഇരിക്കുന്നതായിട്ടുള്ള പ്രഭഞ്ജനം എന്ന് പറഞ്ഞാൽ വായു, ആ പ്രാണനാണ്. ആ പ്രാണനിൽ വാസം ചെയ്യുന്നതായിട്ടുള്ള ഭഗവാനെ. സ്വതുംഗ ശൃംഗക്ഷത വക്ഷസം, തൻ്റെ ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള കൊമ്പ് നിറഞ്ഞതായിട്ടുള്ള മാർവിടത്തോടു കൂടിയ. സ്വതുംഗ ശൃംഗക്ഷത വക്ഷസം, തൻ്റെ ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള കൊമ്പ് കൊണ്ട് മുറിഞ്ഞ മാർവിടത്തോടു കൂടിയ തം ദൈത്യം, ആ മഹാസുരനായിട്ടുള്ള ഹയഗ്രീവനെ നിപാത്യ, വധിച്ചിട്ട് അല്ലെങ്കിൽ വീഴ്ത്തിയിട്ട്, നിഗമാൻ, വേദങ്ങളെ, ഗൃഹീത്വ, എടുത്തിട്ട്, പ്രീതിഹൃദയ, സന്തുഷ്ട മനസ്സോടു കൂടിയതായിട്ടുള്ള ഹൃദയമുള്ളതായിട്ടുള്ള വിരിഞ്ചയെ, ബ്രഹ്മാവിനായിക്കൊണ്ട്, ദദാനഹ, ഈ വേദത്തെ നൽകുന്നതായിട്ടുള്ള ത്വം, ഭഗവാനെ അങ്ങ്, പ്രപായാഹ, എന്നെ രക്ഷിക്കണമേ. പ്രഭഞ്ജന ആകാര പദേ പ്രപായ, ഗുരുവായൂർ താമസിക്കുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങ് എന്നെ രക്ഷിക്കണേ. ഭഗവാൻ ഈ കൊമ്പുകൊണ്ട്, മത്സ്യമൂർത്തിയാകുന്ന ആ ഭഗവാന്റെ പുറകിലുള്ളതായിട്ടുള്ള കൊമ്പുകൊണ്ട്, ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള കൊമ്പുകൊണ്ട് ഈ ഹയഗ്രീവാസുരൻ്റെ മാർവിടം അങ്ങോട്ട് ഛേദിച്ചു, മുറിപ്പെടുത്തി. ആ മുറി കാരണം കൊണ്ട് ഈ ഹയഗ്രീവാസുരൻ വീണു, മരിച്ചു. ഹയഗ്രീവാസുരന് മുക്തി കൊടുത്തു. അങ്ങനെ ഹയഗ്രീവനിൽ നിന്നും ഈ വേദങ്ങളെ ഭഗവാൻ സ്വീകരിച്ചു. അത് ബ്രഹ്മാവിന് കൊടുത്തപ്പോൾ ബ്രഹ്മാവിന് സന്തോഷമായി. ആ ബ്രഹ്മാവിൻ്റെ സന്തുഷ്ട മനസ്സിനെ പ്രദാനം ചെയ്തതായിട്ടുള്ള ഭഗവാനെ അങ്ങ് എനിക്കും രക്ഷ നൽകണമേ, എൻ്റെ മനസ്സിന് സന്തോഷത്തെ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. സ്വതുംഗ ശൃംഗക്ഷത വക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വ വിരിഞ്ചയ പ്രീത ഹൃദയ ദദാന പ്രഭഞ്ജന ആകാരപദേ പ്രപായാഹ. പദച്ഛേദം ഒന്നുമില്ല. സ്വതുംഗ ശൃംഗക്ഷത വക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വ വിരിഞ്ചയേ പ്രീത ഹൃദയ ദദാന പ്രഭഞ്ജനാകാരപദേ പ്രഭായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇങ്ങനെ 10ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് ആ 32ാമത്തെ ദശകവും അവസാനിച്ചു. അതേപോലെ 8ാമസ്കന്ധവും അവസാനിച്ചു. ഇനി 9ാമസ്കന്ധത്തിൽ ആദ്യം അംബരീഷൻ്റെ കഥയാണ് പറയണത്. നമുക്കത് കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.